ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ നാടൻ രീതിയിൽ തയ്യാറാക്കുന്ന കൂൺ റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ടേസ്റ്റി ആണല്ലോ കൂൺ റോസ്റ്റ്, എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി ആയിരിക്കും. എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത് ഷെയർ ചെയ്യാണ്. ഈ വീഡിയോ എല്ലാവരും കണ്ടു നോക്കൂട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂൺ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ 200 ഗ്രാം കൂൺ എടുത്തിട്ടുണ്ട്. ഞാൻ മൊട്ടുകൂണാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തണ്ടും എടുക്കാം, പക്ഷേ തണ്ടിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് എനിക്കിതാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 3 സവാള ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 വലിയ തക്കാളി കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരല്പം തേങ്ങാക്കൊത്തും കൂടെ എടുത്തിട്ടുണ്ട്. ഇതിനെ കൂടാതെ നമുക്കിതിലേക്ക് ഒരല്പം പച്ചമുളക് വേണം. പച്ചമുളക് നിങ്ങളുടെ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ചിട്ട് എടുക്കാം. അതുപോലെ ഒരല്പം കറിവേപ്പില വേണം. പിന്നെ ഇപ്പോൾ 2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാനിപ്പോൾ 1 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടെ ചേർത്തിട്ടാണ് ഇത് പേസ്റ്റ് ആക്കിയിട്ടുള്ളത്. പെരിഞ്ജീരകം ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റാണ്. ഇനി നമുക്ക് ഈ കൂണിനെ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് പീസാക്കിയെടുക്കാം. ഇതിനെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. എന്നിട്ട് ഒരു കൂണിനെ 4 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി 2 പീസായിട്ട് വേണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇതിനെ നല്ലപോലെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കൂണിനെ 4 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ചെറിയ കൂണിനെയൊക്കെ 2 പീസായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. വലുതിനെ 4 പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കൂണിനെയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കണം. ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ 3/4 ടീസ്പൂണോളം മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല പൗഡർ, അതുപോലെ ആവശ്യത്തിന് ഉപ്പ്. ഇവ ചേർത്തിട്ട് നന്നായിട്ട് ഈ കൂണിലേക്ക് മസാല നമുക്ക് പിടിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതിൽ ഞാൻ നല്ല പോലെ മസാല തേച്ചിട്ടുണ്ട്. ഇനി ഇതിനൊരു 15 മിനിറ്റ് മാറ്റി വെക്കാം. അപ്പോഴേക്കിനും നമുക്കിതിലേക്ക് വേണ്ട മസാല റെഡിയാക്കി എടുക്കാം. ഇതിനായിട്ടിപ്പോൾ ഞാനൊരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എണ്ണ നന്നായിട്ട് ചൂടാക്കണം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട്, ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഇതിനെയും കൂടെ ജസ്റ്റ് 1 മിനിറ്റ് ഈ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ജീരകം ഇവ ചതച്ച പേസ്റ്റ് ഇതിലേക്ക് ചേർത്തിട്ട് ഇതിനെയും കൂടെ നന്നായിട്ട് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്യുക. ഇതിൻ്റെ ഒരു പച്ച മണം ഒന്ന് പോകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്യുക. ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതിയാവും. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ സവാളയും നല്ല പോലെ ഇതിലേക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് സവാള ഇനി നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്യണം. സവാള പെട്ടെന്ന് സോഫ്റ്റ് ആവാനും വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർക്കാം. ഇനി നല്ല പോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിനെ നമുക്ക് ഒരു 5 മിനിറ്റ് ലോ സ്പീഡിലിട്ട് ഒന്ന് അടച്ചു വെക്കാം. അപ്പോക്കിന് സവാള നല്ല സോഫ്റ്റ് ആയി വരും. ഇതിപ്പോൾ ഞാൻ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ, സവാള നല്ല പോലെ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് വരേണ്ടത്. ഇങ്ങനെ വന്നാലേ നമ്മുടെ കൂൺ റോസ്റ്റിന് നല്ല പോലെ കളർ ഉണ്ടാവുള്ളൂ.
ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടെ ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് തക്കാളിയും നല്ല പോലെ നമുക്കിതിലേക്ക് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. തക്കാളി നമ്മൾ എത്രത്തോളം ഇതിൽ സോഫ്റ്റ് ആക്കി അലിച്ച് ചേർക്കുന്നോ അത്രത്തോളം നമ്മുടെ റോസ്റ്റിന് ടേസ്റ്റ് കൂടുകയാണ് ചെയ്യുക. അത് ഈ റോസ്റ്റിന് മാത്രമല്ല, എന്ത് റോസ്റ്റ് തയ്യാറാക്കുകയാണെങ്കിലും തക്കാളി നമ്മൾ മാക്സിമം അലിച്ച് ചേർത്താൽ അത്രയും തന്നെ ടേസ്റ്റ് കൂടുകയാണ് ചെയ്യുക. തക്കാളി പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ലോ സ്പീഡിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോഴേക്കിന് നല്ല പോലെ സോഫ്റ്റായി വരും. ഇപ്പോൾ തക്കാളി നല്ല പോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഏതെങ്കിലും സോഫ്റ്റ് ആവാതെ നമ്മൾ ഇത് ഉടഞ്ഞു പോവാതെ കിടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ തവി ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തി ഉടച്ചു കൊടുത്താൽ മതി. ഇനി നമ്മൾ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂണോളം മുളക് പൊടി, 1 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1/2 ടീസ്പൂണോളം ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇവ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഈ മസാലപ്പൊടികളെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് മൂപ്പിച്ച് ഇതിൻ്റെ പച്ചമണം ഒന്ന് പോയി കിട്ടിയാൽ മതി. അങ്ങനെ ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ചിരിക്കുന്ന കൂണുണ്ടല്ലോ അത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർക്കണം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ഓൾറെഡി കൂണ് മസാല തേക്കുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. സവാള പെട്ടെന്ന് സോഫ്റ്റ് ആവാനും വേണ്ടിയിട്ട് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് പാകത്തിന് മാത്രം ചേർക്കുക. ഇനി ഇത് നല്ല പോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൂണൊന്ന് കുക്കായി വരാനും വേണ്ടിയിട്ട് ഇതിനൊരു 10 മിനിറ്റ് ലോ സ്പീഡിലിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. ഇതിലേക്ക് വെള്ളം ചേർക്കരുത്. വെള്ളം ചേർക്കാതെ വേണം ഇത് കുക്ക് ചെയ്യാൻ. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഇനി അടിയിൽ പിടിക്കുകയാണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ കൂണ് നല്ല പോലെ കുക്കായി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ 10 മിനിറ്റ് കണ്ടിന്യൂ ആയിട്ട് അടച്ചു വെച്ചിട്ടില്ല. ഒരു 5 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യുക. അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ മാത്രം ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിതിനെ സെർവ് ചെയ്യാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റിയായ കൂൺ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കണ്ടല്ലോ അല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, പിന്നെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരാരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. മാത്രമല്ല ചാനലിൽ പുതിയ അപ്ഡേഷനുകൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തുടർന്ന് വരുന്ന ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.